ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ നല്ലൊരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ്. ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. ഇത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇത് മസ്റ്റായിട്ട് എല്ലാവരും ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, നമ്മുടെ ഇൻട്രോ വീഡിയോയിൽ തന്നെ ഞാൻ ആ വറുത്ത് കോരുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൊതിയാവുന്നില്ലേ? ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രൈ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത് വളരെ എളുപ്പമാണ്, വീട്ടിൽ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ നല്ല മാംസമുള്ള കഷ്ണങ്ങൾ നോക്കി ചിക്കൻ്റെ മാറ്റി വെച്ചേക്കുവാണ്. ഇവിടേക്ക് മഞ്ഞൾപ്പൊടി വേണം, കാശ്മീരി ചില്ലി പൗഡർ വേണം, അതുപോലെ തന്നെ കോൺഫ്ലവർ വേണം, അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പെപ്പർ പൗഡർ വേണം, ഗരം മസാല വേണം, നമ്മുടെ സാധാരണ മുളക് പൊടി വേണം, സവോള വേണം, പിന്നെ ചെറുതായി അരിഞ്ഞിരിക്കുകയാണ് സവോള, നല്ല നൈസായിട്ട് അരിഞ്ഞതാണ്. ഈ വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, പിന്നെ ഉപ്പ് വേണം, ഇഞ്ചി വേണം, പിന്നെ ലെമൺ ഞാനിവിടെ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്കിത് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ എന്താ ഇവിടെ ഈ കോഴി നല്ലപോലെ മസാല പുരട്ടി വെക്കാൻ പോവാണ്. അതിനായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു പകുതി ചെറുനാരങ്ങ മതിയാവും കേട്ടോ. ഇത് ഞാൻ അധികം പീസസ് ഒന്നും ഇവിടെ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഞാൻ കുറച്ചധികം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ സാധാരണ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് വറുത്തതിന് ശേഷം മുകളിൽ തൂവി കൊടുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലവറും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി എന്നുള്ള നിലയ്ക്കാണ് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. നല്ലപോലെ ചിക്കനിലേക്ക് ഇതിങ്ങനെ മസാല പുരട്ടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ നമ്മുടെ ചിക്കനിലേക്ക് ഞാൻ ഈ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മളിത് മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട്. ഇതിന് 1 അവറൊക്കെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ. 1 അവറൊക്കെ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി. ഇനി ഇതിലേക്ക് ഞാൻ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഈ നല്ല തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച എണ്ണയാണ്. ഇതിലേക്ക് ഞാൻ നമ്മൾ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കോട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അതുമ്മ പിടിച്ച് തിരിപ്പുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അത് മറക്കരുത്. എന്നാലേ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു സെർവ് ചെയ്യാനുള്ള ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലപോലെ എണ്ണയൊക്കെ വാറ്റിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ലപോലെ മൊരിഞ്ഞ് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു ട്രിപ്പും കൂടി വറക്കാനുള്ള ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
ബാക്കിയുള്ള എല്ലാ ചിക്കൻ പീസസും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് വറുത്ത് കോരാൻ പോവാണ്. അപ്പം നമ്മുടെ എല്ലാ ചിക്കൻ പീസസും വറുത്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വറുത്ത് കോരി ശേഷം ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഞാൻ അവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പ്രോസസ്സാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് പച്ചമുളക് നീളത്തിൽ കീറിയതും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചി നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുത്തേക്കുവാണ്. ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് നമ്മുടെ വറുത്ത ചിക്കന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നൊരു ഏർപ്പാടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നീളത്തിലരിഞ്ഞ് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇത് കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഗാർണിഷ് ചെയ്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇനി ഞാനിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള കൂടി ചേർത്ത് കൊടുക്കണം. ഒരു പകുതി സവോള മതിയാവും കേട്ടോ. നല്ല നീളത്തിൽ ചെറുതാക്കി കനം കുറച്ചരിഞ്ഞ് സവോളയാണ്. അതും കൂടി ഇട്ട് നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതാ അപ്പം നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വറുത്ത് വെച്ചിട്ട് ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് മാറ്റി വെച്ച ആ ഗരം മസാല പൊടി കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുക്കുകയാണ്. ഇതൊക്കെ ശരിക്കും ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കുന്ന ഒരു ടിപ്സാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത ശേഷം ലാസ്റ്റ് പ്രോസസ്സിന് മുന്നായിട്ട് കുറച്ച് ഗരം മസാല തൂവി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആ സവോളയൊക്കെ അതിൻ്റെ മുകളിലിങ്ങനെ മുരിഞ്ഞ് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ക്രിസ്മസ് സ്പെഷ്യൽ നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇത് മസ്റ്റായിട്ടും ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയണം, എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക, എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ വീഡിയോ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ക്രിസ്മസ് വ്ളോഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവരോടും സ്റ്റേ സേഫ് ആൻഡ് ബൈ.